ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 12-ാമത്തെ അധ്യായം. രഘുഗണ മഹാരാജാവും ജഡഭരതനും തമ്മിലുള്ള സംഭാഷണം. അവസാനത്തെ 3 ശ്ലോകങ്ങൾ 14 മുതൽ 16 വരെയും. 13-ാമത്തെ അധ്യായം രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ. ആദ്യത്തെ 2 ശ്ലോകങ്ങളും വായിക്കാം. അഹം പുരാ ഭരതോ നാമ രാജാ വിമുക്തദൃഷ്ടാ ശ്രുതസംഗബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോ ഭവം മൃഗസംഗാധതാർത്ഥ. സമാം സ്മൃതിർമൃഗദേഹേ ബിവീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാതി അദോഹം ജനസംഗാതസംഗോ വിശങ്കമാനോ അവിവൃതശ്ചരാമി. തസ്മാന്നരോ അസംഗസുസംഗജാത ജ്ഞാനാസിനേ ഹൈവ വിവിർഗ്നാ മോഹ ഹരിം തദീഹാ കഥനശ്രുതാഭ്യാം ലബ്ധ സ്മൃതിർയാത്യതി പാരമർത്ഥന. അധ്യായം 13. ബ്രാഹ്മണ ഉവാച. ദുരത്യയേധ്വനാജയാനിവേശിതോ രജസ്തമാ സത്വ വിഭക്തകർമ്മദൃക് സ ഏഷ സാർത്ഥോർത്ഥ പരിഭ്രമൻ ഭവാടവീം യാതിന ശർമ്മ വിന്ദതി. യസ്യാമിമേഷന്നരദേവതസ്യ വാ സാർത്ഥം വിലുംബന്തി കുനായകം ബലാദ് ഗോമായവോ യത്ര ഹരന്തി സാർത്ഥികം പ്രമത്തമാവിശ്യായധോരണം വൃകാഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഉഷാകുമാരി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്കന്ധം 5 അധ്യായം 12. ഓം നമോ ഭഗവതേ വാസുദേവായ. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 14. അഹം പുരാ ഭരതോ നാമ രാജാ വിമുക്തദൃഷ്ടാ ശ്രുതസംഗബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോ ഭവം മൃഗസംഘാതദാർത്ഥ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു മുൻജന്മത്തിൽ ഞാൻ ഭരത മഹാരാജാവ് എന്നറിയപ്പെട്ടിരുന്നത് വേദത്തിൽ നിന്ന് ലഭിച്ച അറിവുകളിലൂടെയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഭവങ്ങളിലൂടെ എനിക്ക് ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ വിരക്തനായി പരിപൂർണത നേടാൻ കഴിഞ്ഞിരുന്നു. ഭഗവാന്റെ സേവനങ്ങളിൽ ഞാൻ പൂർണ്ണമായി മുഴുകിയിരുന്നു. പക്ഷേ എന്റെ ദൗർഭാഗ്യം മൂലം എന്റെ ആധ്യാത്മിക കർത്തവ്യങ്ങൾ അവഗണിക്കത്തക്ക വിധം ഞാൻ ഒരു ചെറിയ മാനിനെ വളരെയേറെ സ്നേഹിച്ചു പോയി. ആ മാനിനോടുള്ള അത്യഗാധ സ്നേഹ വാത്സല്യങ്ങൾ നിമിത്തം അടുത്ത ജീവിതത്തിൽ എനിക്കൊരു മാനിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. ശ്ലോകം 15.
സാമാം സ്മൃത്യ മൃതദേഹേപി വീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാദി അതോ അകം ജനസംഘാത സംഘാവിശങ്കമാനോ വിവൃതശ്ചരാമേ. ഹരേ കൃഷ്ണ. വിവർത്തനം. അല്ലയോ നായകനായ രാജാവേ, പൂർവ്വജീവിതത്തിലെ എന്റെ ആത്മാർത്ഥമായ ഭഗവത് സേവനം നിമിത്തം മാനിന്റെ ശരീരത്തിലായിരുന്നപ്പോഴും എനിക്ക് എന്റെ കഴിഞ്ഞ ജീവിതത്തിലെ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ പതനം സ്മരണയിൽ ഉണ്ടായിരുന്നതിനാൽ ഞാൻ സ്വയം സാധാരണ മനുഷ്യരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. അവരുടെ ദുഷിച്ച ഭൗതിക സഹവാസം ഭയന്ന ഞാൻ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാത്ത വിധം ഏകനായി അലഞ്ഞു നടന്നു. ശ്ലോകം 16. തസ്മാനരോ സംഘ സുസംഗജാതാജ്ഞാനാസിനേകൈവ വിവേർക്കണമോഹ ഹരിം പ്രതീഹ കഥനസുതാഭ്യാം ലുപ്തസ്മൃതയാർത്യതി പരമധ്വന. വിവർത്തനം. ശ്രേഷ്ഠരായ ഭക്തരോടുള്ള സഹവാസം കൊണ്ട് മാത്രം ആർക്കും ജ്ഞാനത്തിന്റെ പൂർണ്ണത നേടാനും ജ്ഞാനത്തിന്റെ ഖഡ്ഗം കൊണ്ട് ഈ ഭൗതിക ലോകത്തിലെ മായാസംഘങ്ങളെ ഖണ്ഡങ്ങളായി ഛേദിക്കാനും കഴിയും. ഭക്തന്മാരുള്ള സഹവാസത്താൽ ഒരുവന് ശ്രവണ കീർത്തനങ്ങളുടെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാൻ കഴിയും. അപ്രകാരം ഒരുവന് തന്റെ നിദ്രാവസ്ഥയിലുള്ള കൃഷ്ണാബോധം വീണ്ടെടുക്കാനും കൃഷ്ണാബോധത്തിന്റെ പോഷണത്തിൽ മുഴുകാനും ഈ ജീവിതത്തിൽ പോലും ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാനും സാധിക്കും. ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധം 12-ാം അധ്യായം രഘുഗണ മഹാരാജാവും ജഡഭരതനും തമ്മിലുള്ള സംഭാഷണം എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. അധ്യായം 13. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ. ശ്ലോകം 1. ബ്രാഹ്മണ ഉവാച ദുരത്യയോ ധന്യജയാ നിവേശിതോ രജസ്തമസ്തത്വവിഭക്ത കർമ്മദൃക് സയേഷ സാർത്ഥോർത്ത പരിഭ്രമാൻ ഭവാടവീം യാതിജ്ഞ ശർമ്മ വിന്ദതി. വിവർത്തനം. പൂർണ്ണ ബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച ജഡഭരതൻ തുടർന്നു. എന്റെ പ്രിയപ്പെട്ട രഘുഗുണ രാജാവേ, ജീവസത്ത അവന് തരണം ചെയ്യാൻ ഏറെ വിഷമകരമായ ഭൗതിക ലോകത്തിന്റെ പാതയിൽ ചുറ്റി അലയുകയും ആവർത്തിച്ചുള്ള ജനമൃതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രേരണ മൂലം ഭൗതിക ലോകത്താൽ വശീകരിക്കപ്പെടുന്ന ജീവസത്തയ്ക്ക് ഭൗതിക പ്രകൃതിയുടെ വശീകരണത്തിന് കീഴിലുള്ള കർമ്മങ്ങളുടെ 3 ഫലങ്ങൾ മാത്രം കാണാൻ കഴിയുന്നു. ഈ ഫലങ്ങൾ ശുഭകരങ്ങളും അശുഭകരങ്ങളും മിശ്രങ്ങളുമാണ്. അവൻ അപ്രകാരം ധർമ്മം, സാമ്പത്തികാവൃത്തി, ഇന്ദ്രിയ സംതൃപ്തനം, മോക്ഷത്തിനു വേണ്ടിയുള്ള അദ്വൈത സിദ്ധാന്തം എന്നിവകളാൽ ആകർഷിക്കപ്പെടുന്നു. അവൻ പിന്നീട് ലാഭകരമായി വിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കൾ കരസ്ഥമാക്കാൻ വനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യാപാരിയെ പോലെ പകലും രാവും ഒരുപോലെ ശരിക്കും കഠിനാധ്വാനം ചെയ്യുന്നു. എങ്ങനെ തന്നെയായാലും അവന് യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തിൽ സന്തോഷം നേടാൻ കഴിയില്ല. ശ്ലോകം 2. യസ്യാമി മേ ഷണ്ണരദേവസ്യ വാ സാർത്ഥം വിലുംബന്തി കുനായ കമ്പലാത് ഗോമായവോ യത്ര ഹരന്തി സാർത്തികം പ്രമത്തമാവിശ്യതോരണം മൃഗാഹ. വിവർത്തനം. അല്ലയോ രഘുഗുണ രാജാവേ, ഭൗതിക അസ്വസ്ഥത്തിന്റെ ഈ വനത്തിൽ അതിശക്തന്മാരായ 6 കൊള്ളക്കാരുണ്ട്. ബദ്ധാത്മാവ് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി വനത്തിൽ പ്രവേശിക്കുമ്പോൾ 6 കൊള്ളക്കാരും അവനെ തെറ്റായി നയിക്കും. അപ്രകാരം ബദ്ധനായ വ്യാപാരിക്ക് തന്റെ ധനം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിശ്ചയമില്ലാതാവുകയും കൊള്ളക്കാർ അത് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. വനത്തിലെ ക്രൂരമൃഗങ്ങളായ കടുവകളും കൂനരികളും മറ്റും ഒരാട്ടിൻകുട്ടിയെ അതിന്റെ സംരക്ഷകനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാകുന്നത് പോലെ വ്യാപാരിയുടെ പത്നിയും സന്താനങ്ങളും അവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവനെ പലവിധത്തിൽ കൊള്ളയടിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാകുമാരി മാതാജി. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകത്തിൽ രഘുഗണ രാജാവിനോട് ജഡഭരതൻ എന്താണ് താൽക്കാലികമായിട്ടുള്ളതെന്നും എന്താണ് ഒരിക്കലും നശിക്കാത്ത പരമസത്യം എന്നും വിശദമായി പറഞ്ഞു കൊടുത്തു. ഈ ഭൗതിക ലോകത്തിലുള്ളതെല്ലാം വെറും താൽക്കാലികം മാത്രമാണ്, ക്ഷണികമാണ്, വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതാണ്. അതൊരു സ്വപ്നം പോലെയാണ്. ഈ ഭൗതിക ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ കണികകൾ പോലും, പരമാണുക്കൾ പോലും നശിച്ചു പോകുന്നതാണത്.
അതെല്ലാം താൽക്കാലികമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ താൽക്കാലികമായിട്ടുള്ളത്, അത് പരമസത്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് ജഡഭരതൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. പരമസത്യം എന്താണ് എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. ഭഗവാൻ വാസുദേവനാണ് പരമസത്യം. ഒരിക്കലും നശിക്കാത്ത സത്യം ഭഗവാൻ വാസുദേവനാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം ആണ് അക്ഷരമായിട്ടുള്ളത്, ഒരിക്കലും നശിക്കാത്തത്. അതുകൊണ്ട് ആ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് ജഡഭരതൻ ഉപദേശിച്ചു. അതല്ലാത്തതെല്ലാം താൽക്കാലികമാണ് എന്ന് വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ആത്മീയമായിട്ടുള്ള അധ്യാത്മ യോഗം എന്താണ് എന്ന് പറഞ്ഞു തരണം എന്നാണ് രഘുഗണ രാജാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താൽക്കാലികമായിട്ടുള്ളതും പരമസത്യമായിട്ടുള്ളതും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു യോഗമാണ് അധ്യാത്മയോഗം എന്ന് പറയുന്നത്. അത് വിശദമായി പറഞ്ഞു കൊടുത്തു. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ജീവജാലങ്ങളും, അവരുടെ ശരീരവും, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും താൽക്കാലികമാണ്. പരമസത്യമായിട്ടുള്ളത്, ഒരിക്കലും മാറാത്തത് ഭഗവാൻ വാസുദേവന്റെ ധാമവും ഭഗവാൻ വാസുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് എന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത അധ്യായത്തിൽ ആ താൽക്കാലികമായിട്ടുള്ള ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിനെ കുറിച്ച് ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നു. ഒരു വ്യക്തി വിചാരിക്കുന്നത് പോലെയല്ല ഈ ലോകത്തിന്റെ സ്വഭാവം എന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ മുന്നേ തന്റെ യഥാർത്ഥ അസ്തിത്വം എന്താണ്, ഞാൻ ആരായിരുന്നു എന്നുള്ള കാര്യം ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നു. കാരണം രഘുഗണ രാജാവ് ജഡഭരതനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് ചിലപ്പോൾ ഭഗവാന്റെ അവതാരം തന്നെയാണോ എന്നുള്ള കാര്യമൊക്കെ രഘുഗണ രാജാവ് സംശയത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താൻ യഥാർത്ഥത്തിൽ ആരാണ്, എങ്ങനെയാണ് തനിക്ക് ജ്ഞാനം കിട്ടിയത് എന്നുള്ള കാര്യമാണ് ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകങ്ങളിൽ 14-ാമത്തെ ശ്ലോകം മുതൽ 16-ാമത്തെ ശ്ലോകം വരെ ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത് തന്റെ സാക്ഷാത്കാരമാണ്. താനിപ്പോൾ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്റെ വ്യത്യസ്തമായിട്ടുള്ള ജന്മങ്ങളിലൂടെ താൻ നേടിയിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. അല്ലാതെ അതൊന്നും ഞാൻ ഊഹിച്ചു പറയുന്നതല്ല, അല്ലെങ്കിൽ വെറുതെ ശാസ്ത്രം വായിച്ചു പറയുന്നതല്ല. അതൊക്കെ തന്റെ അനുഭവങ്ങളാണ് എന്നാണ് ഇവിടെ ജഡഭരതൻ വ്യക്തമാക്കുന്നത്. അഹം പുരാ ഭരതോ നാമ രാജ വിമുക്ത ദൃഷ്ട ശ്രുതസംഗബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോ ഭവം മൃഗസംഖ്യാ അധാർത്ഥ. ഞാൻ പൂർവജന്മത്തിൽ, ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ജന്മത്തിൽ ഞാൻ ഭരതൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവായിരുന്നു. ആ ജന്മത്തിൽ തന്നെ എനിക്ക് വലിയ ഭൗതികമായിട്ടുള്ള വിരക്തി ഉണ്ടായി. ഭൗതികമായിട്ടുള്ളതെല്ലാം താൽക്കാലികമാണ് എന്ന് ഞാൻ ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എല്ലാ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളും, അധികാരവും സ്ഥാനവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ നിരതനാകുന്നതിന് വേണ്ടി പുൽഹാശ്രമത്തിലേക്കായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ പിന്നീട് തന്റെ അവസാന സമയമായ സമയത്ത് താൻ ലക്ഷ്യത്തിൽ നിന്നും, ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു. അല്ലെങ്കിൽ അതിൽ നിന്നും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിപ്പോയി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം പറയുന്നുണ്ട്. ഞാൻ ഒരു മാൻകുട്ടിയോട് എനിക്ക് വലിയ ആകർഷണമുണ്ടായി. ആ ആകർഷണത്തിൽ എൻ്റെ സാധനയും എൻ്റെ ഭഗവത് സേവനവും എല്ലാം ഞാൻ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെത്തി. അത്രയ്ക്കും ആകർഷണം ആ മാനിനോട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഫലമായി ഞാൻ മരിക്കുന്ന സമയത്ത്, അവസാന സമയത്ത് ആ മാനിനെ കുറിച്ചായിരുന്നു ചിന്തിച്ച് മരിച്ചത്. അങ്ങനെ ആ മാനിന്റെ ഒരു ഭാവം എനിക്ക് കിട്ടി. അടുത്ത ജന്മത്തിൽ മാനിന്റെ ശരീരത്തിൽ എനിക്ക് ജനിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. മൃഗോഭവം മൃഗസംഘ അധാർത്ഥ. എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വീണുപോയി. ഞാൻ എൻ്റെ ലക്ഷ്യത്തിനെ അവഗണിച്ചു. അങ്ങനെ ഞാൻ വീണുപോയി എന്നാണ് പറയുന്നത്. എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു മാനിന്റെ ശരീരമാണ്
കിട്ടിയത്. പക്ഷെ ആ മാനിന്റെ ശരീരത്തിലും എനിക്ക് പൂർവജന്മത്തിൽ ഞാൻ ഭഗവാന്റെ സേവനമൊക്കെ ചെയ്തത് കൊണ്ട് ആ മാനിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോഴും എനിക്ക് ആത്മീയമായിട്ടുള്ള ബോധമുണ്ടായിരുന്നു. എന്റെ ആത്മീയ ബോധത്തിന് ഒരു നഷ്ടം സംഭവിച്ചില്ല. അത് ഭഗവത്ഗീതയിൽ വാക്ക് നൽകുന്നതാണ്. അല്ലെ, യോഗഭ്രഷ്ടനാണെങ്കിലും ഒരു വ്യക്തിക്കും യോഗയിൽ ഭഗവാന്റെ ഭക്തി സേവനത്തിൽ കുറച്ചെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. നഹി കല്യാണകൃത്യശ്ചിൻ ദുർഗതിം താതകച്ഛ എന്നും ഭഗവാൻ പറയുന്നുണ്ട് 6ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ. ഭഗവാന്റെ ഭക്തിയോഗം ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ അടുത്ത ജന്മം മാനിന്റെ ശരീരത്തിലായിട്ട് പോലും എനിക്ക് ആത്മീയ ബോധത്തിൽ യാതൊരു നഷ്ടവും ഉണ്ടായില്ല. എനിക്ക് എന്റെ പൂർവ്വജന്മത്തിനെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റു മാനുകളോടുമുള്ള സംഘമൊക്കെ ഉപേക്ഷിച്ചു. സാധാരണ ജനങ്ങളോടുള്ള എല്ലാവിധ സംഘങ്ങളും ഉപേക്ഷിച്ചു, മാനുകളോടും ഒക്കെ സംഘം ഉപേക്ഷിച്ചു വീണ്ടും പുലഹാശ്രമത്തിൽ പോയി. അവിടെ നിന്ന് ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് എനിക്ക് കേൾക്കാനുള്ള അവസരമുണ്ടായി. അങ്ങനെ നിരന്തരം ഞാൻ ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു. ആ ഭക്തസംഘത്തിൽ തന്നെ ഞാനിരുന്നു. മാത്രമല്ല ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇനിയൊരു ജന്മം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, മനുഷ്യന്റെ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ മാത്രം, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കും. ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കും എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ജന്മം കിട്ടിയിട്ടുള്ളത് എന്നാണ് ജഡഭരതൻ വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് താൻ ആ ഒരു ഭരത മഹാരാജാവിന്റെ ജന്മത്തിൽ പതിച്ചു പോയത്? അതിന്റെ ഒരു പ്രധാന കാരണം, ഞാൻ ഭക്തസംഘത്തിലായിരുന്നില്ല. ഭക്തസംഘത്തിൽ നിന്ന് വിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ മാനിനോടുള്ള സംഘം ഉണ്ടായ സമയത്തും തന്നെ ഉപദേശിക്കാനോ തന്നെ നേർവഴിക്ക് നയിക്കാനോ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനോ തനിക്ക് ഒരു സംഘമുണ്ടായിരുന്നില്ല, ഭക്തന്മാരുടെ കൂട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഗുരു അടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരുടെയും സഹായമില്ലാതെ നിബന്ധിച്ചു. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഞാൻ ആശ്രമത്തിൽ തന്നെ ഇരുന്നു, ഭക്തന്മാരുടെ സംഘത്തിൽ തന്നെ ഇരുന്നു. അങ്ങനെ എനിക്ക് ആ പൂർണ്ണമായിട്ടുള്ള ബോധമുണ്ടായി. ഈ ജന്മത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും എല്ലാവിധ ഭൗതികമായിട്ടുള്ള സംഘങ്ങളും ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ ആത്മീയമായിട്ട് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും ഭക്തന്മാരുടെ സംഘത്തിൽ തന്നെ ഇരിക്കണം എന്നുള്ള കാര്യമാണ് ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിൽ ജഡഭരതൻ ഉറപ്പിച്ചു പറയുന്നത്. ഭക്തസംഘത്തിൽ ഇരുന്നാൽ തന്നെ മതി. അങ്ങനെ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ സേവനങ്ങൾ ആയിരിക്കും. നമ്മളെ നിരീക്ഷിക്കാനും നമ്മളെ ഉപദേശിക്കാനും നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും അനുഭവങ്ങൾ പങ്കിടാനും ഒക്കെ ഭക്തന്മാരുണ്ടാവും. അങ്ങനെ ഭക്തന്മാരുടെ ആ ഒരു സംഘത്തിലൂടെ വളരെ പെട്ടെന്ന് ആത്മീയമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനും ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനും അങ്ങനെ ആ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരമുണ്ടാകും എന്നാണ് ഇവിടെ ജഡഭരതൻ ഊന്നി പറയുന്ന ഒരു കാര്യം. അപ്പോൾ നേരത്തെ രഘുഗണ രാജാവിനോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് തപസ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ വേദപഠനം കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നുമല്ല, ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ്. വിനാ മഹത്പാദ രജോഭിഷേകം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉന്നതമായിട്ടുള്ള വൈഷ്ണവന്റെ ഭക്തന്റെ പാദധൂളികൾ ശിരസിൽ അണിയണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഭക്തന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ മാത്രമേ ഭക്തി പുരോഗമിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥ ഭക്തി കിട്ടുന്നത് എന്നുള്ള കാര്യം ജഡഭരതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്. ഭക്തസംഘത്തിൽ തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും, ഭഗവാനെ കുറിച്ചുള്ള അറിവുണ്ടാകും. അങ്ങനെ നമ്മൾക്ക് പുരോഗതി നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം നമ്മളെ ഈ ഭൗതിക ലോകം, ഈ ഭൗതികമായിട്ടുള്ള സംഘം നമ്മളെ താഴോട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ വിചാരിച്ചതിന് വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന് അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഭൗതിക ലോകം താൽക്കാലികമാണെന്ന് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അതിൽ നിന്നും നമ്മൾ വിചാരിച്ചതുപോലെയുള്ള സുഖമൊന്നും ലഭിക്കുന്നില്ല. അത് വലിയൊരു കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് എന്നുള്ള ഒരു ഉപമ വെച്ചിട്ടാണ്, ഒരു കഥ പോലെയാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഒരു വ്യാപാരി വിചാരിക്കുകയാണ്, എനിക്ക് കാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറെ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാം, വനത്തിൽ പല വിഭവങ്ങളും ലഭിക്കും, അല്ലെ, നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ലഭിക്കും, അല്ലെ.
തേൻ പോലെയുള്ള വസ്തുക്കളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും വിലപിടിപ്പുള്ള മരം ലഭിക്കും, ചന്ദനം പോലെയുള്ള മരമൊക്കെ ലഭിക്കും. അങ്ങനെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ ലാഭമുണ്ടാക്കാം, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് ഒരു വ്യാപാരി ഒരു വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ ലാഭമുണ്ടാകും, സുഖമുണ്ടാകും എന്ന് വിചാരിച്ചാണ് കാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ കാട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അങ്ങനെയൊന്നുമല്ല. യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ് എന്നാണ് ഇവിടെ ജഡഭരതൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കാട്ടിലേക്ക് പോകുന്ന വ്യാപാരി എന്നുള്ള ഉദാഹരണം ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഈ ഭൗതിക ലോകത്തിൽ സുഖിക്കാം, ഈ ഭൗതിക ലോകത്തിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് ഓരോ പദ്ധതികൾ ചെയ്ത് സുഖം നേടാം, വലിയ സന്തോഷമായിട്ടിരിക്കാം എന്ന് വിചാരിക്കുന്ന ജീവനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ജഡഭരതൻ പറയുന്നത്. നമ്മൾ ഓരോ പ്രവർത്തനം, ഓരോ പടി മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾക്ക് വലിയ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും, വലിയ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും എന്നൊക്കെ വിചാരിച്ചാണ് ഓരോ കാര്യങ്ങളും, ഓരോ സ്റ്റെപ്പും ഭൗതിക ലോകത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അവിടെ കിട്ടുന്നത് അങ്ങനെ ആകില്ല എന്നാണ് ഇവിടെ ജഡഭരതൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി വലിയ ലാഭം കിട്ടും എന്ന് വിചാരിച്ച് ഒരു വനത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ അവിടെ 6 വലിയ ശത്രുക്കളുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അവന് ആദ്യം 6 ശത്രുക്കൾ. നരദേവദസ്യവ, അവിടെ കൊള്ളക്കാരുണ്ട് എന്നാണ് പറയുന്നത്. കാട്ടിലേക്ക് പ്രവേശിച്ചാൽ കാട്ടിൽ നിന്ന് സുഖമായിട്ട് എല്ലാം സ്വീകരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊള്ളക്കാരുണ്ടാവും. കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ ഉയരാം എന്ന് വിചാരിക്കുന്ന സമയത്താണ് 6 ശത്രുക്കൾ ആ ജീവനെ ആക്രമിക്കുന്നത്. ആരാണ് 6 ശത്രുക്കൾ എന്ന് അടുത്ത അധ്യായത്തിൽ ഇതിന്റെയൊക്കെ വിശദീകരണം പറയുന്നുണ്ട്. 6 ശത്രുക്കൾ 6 ഇന്ദ്രിയങ്ങളാണ്. അല്ല, മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. 6 ഇന്ദ്രിയങ്ങൾ ആ ജീവനെ താഴോട്ടാണ് പിടിച്ചു പിടിക്കുന്നത്. ഉയർന്ന ആത്മീയമായിട്ടുള്ള പ്രവർത്തനം ഒന്നും ചെയ്യാൻ അതിനെ സമ്മതിക്കില്ല. ആ ജീവനെ സമ്മതിക്കാതെ താഴോട്ട് വലിക്കുന്ന ശത്രുക്കളാണ് 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറയും. ഇന്ദ്രിയങ്ങൾക്ക് പുറകെ പോകുന്ന സമയത്ത് ആ വ്യക്തി ഇതുവരെ ആർജിച്ച എല്ലാവിധ ലാഭവും നഷ്ടപ്പെടുമെന്ന്. എന്താണ് ലാഭം? ഭഗവാൻ ഗീതയിൽ പറയുന്നത്, തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേന ജ്ഞാനവിജ്ഞാന നാശനം. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള ബോധമൊക്കെ നഷ്ടപ്പെടും. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ മുഴുകി കഴിഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ബോധം നഷ്ടപ്പെടും. അതാണ് ലാഭം കൊള്ളയടിക്കുക എന്ന് പറയുന്നത്. വനത്തിൽ നിന്നും ആ ലാഭം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതുവരെ നേടിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള അറിവ് മുഴുവൻ നഷ്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കും. അതാണ് 6 കൊള്ളക്കാര് ആ കാട്ടിലുണ്ട് എന്ന് പറയും. അവരുടെ ആക്രമണം ഉണ്ടാകും. മറ്റു പല ഉപദ്രവങ്ങളും ആ കാട്ടിൽ നിന്ന് നേരിടും. അതെന്തൊക്കെയാണ് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബിജു പ്രഭുജി ജയിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗര